കേരള ജനത പെട്ടെന്നൊന്നും മറക്കാനിടയില്ലാത്ത ചില രംഗങ്ങളുണ്ട്. കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയിലെ മന്ത്രി പുങ്കവന്മാർക്ക് മുന്നിൽ തങ്ങളെടുക്കുന്ന ജോലിക്ക് ഒഴുക്കുന്ന വിയർപ്പിന് അർഹിക്കുന്ന വേതനത്തിനായി ഭരണമന്ദിരങ്ങൾക്ക് മുൻപിൽ രാവെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ സമരം നടത്തിയ അമ്മ പെങ്ങന്മാരെ, ആശാ വർക്കർമാരെ നിർദ്ദയം ഇവിടെ ഭരണകൂടം കൈകാര്യം ചെയ്ത രംഗങ്ങളാണവ. എന്നാൽ അന്ന് കരച്ചിലും തൊണ്ടയിടറിയുള്ള മുദ്രാവാക്യങ്ങളും കേൾക്കാൻ വിസമ്മതിച്ച തൊഴിലാളി പാർട്ടി നേതാക്കൾ അവരെ പുച്ഛിച്ച് അവഗണിക്കുകയായിരുന്നു. ഇന്നിപ്പോഴിതാ പൊതുസമൂഹത്തിന്റെ സമാധാനം നശിപ്പിച്ച, നിയമങ്ങളെ വെല്ലുവിളിച്ച് അക്രമം നടത്തിയ കുറ്റത്തിന് ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട തടവ് പുള്ളികളുടെ ദിവസവേതനം കുത്തനെ ഉയർത്തി തൊഴിലാളി സ്നേഹം വാനോളം ഉയർത്തിയിരിക്കുകയാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ്. അതങ്ങനെ തന്നെയല്ലേ കഴിയുകയുള്ളൂ. വേണ്ടപ്പെട്ടവർ മുഴുവനും അഴിക്കുള്ളിലല്ലേ, അപ്പോൾ പിന്നെ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. തടവ് പുള്ളികളുടെ ഒരു ദിവസത്തെ കൂലി 620 രൂപയായി സർക്കാർ ഉയർത്തി. മുൻപ് ഇത് 230 രൂപയായിരുന്നു. ജയിൽ വകുപ്പ് 350 രൂപയാക്കാൻ ശുപാർശ ചെയ്തെങ്കിലും ആഭ്യന്തര വകുപ്പ് അത് കുത്തനെ 620 രൂപയാക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതോടെ തടവ് പുള്ളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് എന്നതാണ് സംഭവിച്ചത്. അന്നവരോട്, ആശാ വർക്കർമാരോട് കാണിച്ച പുച്ഛത്തേക്കാൾ അവരിപ്പോൾ വേദനിക്കുന്നത് അതേ തൊഴിലാളി വർഗ സർക്കാരിന്റെ ഈ പുത്തൻ പരിഷ്കാരം ഓർത്തായിരിക്കും. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് കേണപേക്ഷിക്കാനായിരുന്നില്ല അന്നവർ അവിടെ തടിച്ചുകൂടിയത്. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണത്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന ചെലവിനും വീട്ടിലെ നിത്യ ചെലവിനും വേണ്ടിയാണ് ഓണറേറിയം കൂട്ടി നൽകണമെന്ന തികച്ചും ന്യായമായ ആവശ്യമുന്നയിച്ച് ആശാ വർക്കർമാർ തെരുവിൽ നിരന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 369 രൂപ, തടവ് പുള്ളികളെക്കാൾ 251 രൂപ കുറവാണിത്. ആശാ വർക്കർമാർ ഓണറേറിയം അടക്കം ലഭിക്കുന്നതിനേക്കാൾ 220 രൂപ അധികം ജയിൽ പുള്ളികൾക്ക് ലഭിക്കുന്നു. കയർ തൊഴിലാളികൾക്ക് മിനിമം വേതനം 468 രൂപ മാത്രമാണ്. സുരക്ഷാ ജീവനക്കാർക്ക് മിനിമം വേതനം 596 രൂപ. പെട്രോൾ പമ്പ് ജീവനക്കാർക്കാവട്ടെ 458 രൂപയും. സാധാരണ തൊഴിലാളികൾ സ്വന്തം ചെലവിൽ ഭക്ഷണവും ചികിത്സയും കണ്ടെത്തിയാണ് ജീവിതം നയിക്കുന്നത് എന്നിരിക്കെ തടവ് പുള്ളികൾക്ക് സർക്കാർ സൗജന്യമായി ഈ സൗകര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ഇവർക്ക് ലഭിക്കുന്ന കൂലിയിൽ നിന്നാണ് ജീവിതത്തിന്റെ സകല കാര്യങ്ങൾക്കും പണം ചിലവാക്കേണ്ടത്. പട്ടിണി കിടന്ന് സമരം ചെയ്ത ആശാ വർക്കർമാരോട് കാണിക്കാത്ത പരിഗണന തടവ് പുള്ളികളോട് കാണിക്കുന്നതിന്റെ പിന്നിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ അതേ മാനസികാവസ്ഥയാണ് സർക്കാരിനും എന്നതാണ് വ്യക്തമാവുന്നത്. സ്ത്രീ സംരക്ഷണ വാഗ്ദാനങ്ങളും അതിജീവിതയ്ക്കൊപ്പം എന്ന PR ഫോട്ടോഷൂട്ടും നടത്തിയ മുഖ്യന്റെ കയ്യിലെ കപ്പിനുള്ളിൽ ഇപ്പോൾ ആശമാരുടെ കണ്ണീർ നിറയുന്നുണ്ടാവും.